ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിൽ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കമല വൈജയന്തി ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലയോ? രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. രോഹിത്തിനെ എന്താ കമലയെടുത്ത കാര്യം? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പം നിന്നോട് ആരും ഒന്നും പറയാതിരുന്നത് രോഹിത്തിനെ അറസ്റ്റ് ചെയ്ത കാര്യം അറിഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലാണ്. എന്താ കാര്യമെന്ന് ചോദിക്കും. അതേ, രോഹിത്തിനൊരു കാമുകിയുണ്ട്, ശരണ്യ എന്നുള്ളൊരു പെണ്ണ്. അതാണ് ക്ലിയറൊന്നുമല്ല ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് രോഹിത്ത് ഏതൊരു വീട്ടിലങ്ങാണ്ട് പോയി. കൂട്ടിന് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനെയും കൂടി വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ആ പെണ്ണ് അവളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത് അവൻ്റെ കാമുകിയെ വിളിച്ച് ഏതോ വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ മോനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് ചോദിക്കും. അപ്പോഴേക്കും രോഹിത്തിനെ മാത്രമല്ല ഹരി അറസ്റ്റ് ചെയ്തെന്ന്. അതെ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല കമലെ. എല്ലാ തെറ്റും ചെയ്തത് നിൻ്റെ മോനാ. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ്റെ കൂടെ കൂട്ടുപോയതാ. എന്നിട്ട് കാഴ്ചക്കാരൻ നിന്ന് എൻ്റെ മോനെയും കൂടി പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയെന്ന് പറയും. അപ്പം ഹരിയും പോലീസ് അറസ്റ്റ് ചെയ്തു. കമലയെടുത്ത് പറയുന്നതാണെങ്കിൽ ഹരിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അവനല്ലേ എൻ്റെ വീട്ടിൽ വന്ന് അലീനയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അത് രോഹിത്താണോ എന്ന് ചോദിക്കും. അന്ന് രോഹിത്തും കൂട്ടിനുണ്ടായിരുന്നല്ലോ. അവനല്ലേ കമലയെടുത്ത് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ. കമലയെടുത്ത് അവനെ അധികം ന്യായീകരിക്കൊന്നും വേണ്ട. അവൻ്റെ സ്വഭാവം അത്ര നല്ല സ്വഭാവമൊന്നുമില്ല. അവന് ഒരുപാട് ചീത്ത സ്വഭാവങ്ങളുണ്ടെന്നൊക്കെ കമലയോട് പറയും. ഇത് കേൾക്കുന്ന കമലയ്ക്ക് ദേഷ്യം വരുവാണ്. നീ നിൻ്റെ മോനെ ന്യായീകരിച്ചിട്ട് എൻ്റെ മോനെ കുറ്റം പറയുമില്ലേന്ന് ചോദിക്കും. സത്യം പറയുമ്പോൾ കമലയെടുത്ത് ഇഷ്ടപ്പെടത്തില്ല. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേറെ കോള് വരുന്നെന്ന് പറഞ്ഞ് കമല ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ബാലേന്ദ്രനെ കാണാനായിട്ട് ഗോവർദ്ധൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് സുലോചന ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. അങ്ങനെ സുലോചന എടുത്ത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഗോവർദ്ധൻ വക്കീലിനെ കണ്ട കാര്യം വല്ലതും നിന്നോട് പറഞ്ഞോ സുലോചനെ? വക്കീലിനെ പോയി കണ്ടു ബാലേട്ട, പക്ഷേ ജാമ്യത്തിൻ്റെ കാര്യത്തിന് ബുദ്ധിമുട്ടുണ്ട്. പെൺകുട്ടിക്ക് 18 വയസ്സായില്ലെങ്കിൽ കേസിൻ്റെ ഗതി മാറും, പോക്സോ കേസ് ആവുമെന്നാണ് പറയുന്നത്. ഇനി എന്ത് ചെയ്യാൻ? എന്നാലും അവനിങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനും ഇല്ല ഇതേ പ്രായത്തിൽ 2 സഹോദരിമാർ. ശരിക്കും ഇതൊന്നും എനിക്ക് അറിയുന്നത് സത്യം എന്താണെന്ന് ഒന്നും അറിയത്തില്ല അറിയത്തില്ല സുലോചനയെന്ന് പറയും. എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതെന്നറിയാമോ? അടുത്ത വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടവനാണ്. ഈ കേസിലൊക്കെ അകപ്പെട്ട അവൻ്റെ ഭാവി എന്താവും? അവൻ്റെ അടുത്ത് എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ് ആ കൊല്ലപ്പള്ളിയിലെ ഹരിയായിട്ടുള്ള കൂട്ടുസെറ്റ് നല്ലതല്ലെന്ന്. ഈ ഇടയായിട്ട് അവൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. 1-2 തവണ മദ്യപിച്ച് വീട്ടിൽ വന്നെന്ന് കൃഷ്ണമോള് പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇപ്പം എന്താ ഇതും? എന്ത് ചെയ്യാനായി? ജാമ്യം കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ബാലേട്ടനതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഗോവർദ്ധനേട്ടൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും ചേട്ടൻ പറഞ്ഞ് നമുക്ക് ആദ്യം അവനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിലെടുക്കാൻ ശ്രമിക്കാം. അതിനുശേഷം അവൻ്റെ വായിൽ നിന്ന് മാത്രമല്ലേ നമുക്ക് സത്യം എന്തോന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അവനതിൽ പ്രതിയാണോ അതോ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അവൻ തന്നെ പറയണം. എന്തായാലും ബാലേട്ടൻ വിശ്രമിക്കുക, ഞാൻ വൈജി ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് വൈജിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. വൈജിയെ കാണുന്നതും സുലോചന ചോദിക്കുന്നു, ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി? ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ഗോവർദ്ധൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? രോഹിത്തിനെ ജാമ്യം എടുക്കുന്ന കാര്യം എന്തെങ്കിലും? വക്കീലിനെ പോയി കണ്ടെന്നായിട്ട് ചേച്ചി പറഞ്ഞത്. ജാമ്യം കിട്ടാൻ പാടാണ്, കാരണം പോക്സോ കേസ് അല്ലയോ. ഞാനിപ്പം ബാലേട്ടനെ കണ്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. പോക്സോ കേസ് ആയതുകൊണ്ട് ജാമ്യം കിട്ടാൻ പാടാണ്. പിന്നെ ആ കുട്ടിയുടെ നിലയും ഇച്ചിരി ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം കാരണം അവൾ ഒറ്റൊരുത്തിയ അലീനയാണെന്ന് പറയും. അതിന് അലീന എന്ത് ചെയ്തു? ചേച്ചിയുടെ മോൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ആളിലെ താമസസ്ഥലത്ത് വീട്ടിൽ കൊണ്ടുപോയി അലീന എന്ത് തെറ്റ് ചെയ്തെന്ന് നോക്കും. അവൾ വന്നതിന് ശേഷം ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. ഇത്രയും നാളെ ചേച്ചിയെ വീട്ടിലുണ്ടായിരുന്നല്ലോ, ചേച്ചിയുടെ മക്കളെ ശ്രദ്ധിച്ചുകൂടായിരുന്നു നോക്കും. ഉടനെ വൈജയന്തിക്ക് ദേഷ്യം വരും. ചേച്ചിക്ക് എന്നോട് ദേഷ്യം തന്നിട്ട് കാര്യമൊന്നുമില്ല. അലീന ഒരു നിരപരാധി. ആ കുട്ടി ഇപ്പോഴും ചേച്ചി സഹായിക്കുന്നേ ഉള്ളൂ. ബാലേട്ടൻ ഹോസ്പിറ്റലായ സമയത്ത് അവളാണ് ബാലേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നത്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ അവളാണ് നോക്കുന്നത്. ഈ സമയത്ത് വേറെ ആരുണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് പറയും. അപ്പോഴൊന്നും വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അലീനെ സുലോചന സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ തെറ്റ് സ്വന്തം മകൻ്റെ ഭാഗത്തായതുകൊണ്ട് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം പോലീസുകാർ വന്ന് ഹോണടിക്കുകയാണ്. ഹരിയും കൊണ്ട് കൊല്ലപ്പള്ളി വീട്ടിലോട്ട് തെളിവെടുപ്പിന് വരുന്നുണ്ട്. ആ സമയത്ത് ഹരി അകത്തോട്ട് കൊണ്ടുവന്നിട്ട് കമലയുടെ മുമ്പിൽ വെച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം അവൻ്റെ റൂമിൽ പോയി എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. 2 പ്ലെയിൻ ഡിസ്കുകളും കുറച്ച് സിം കാർഡും ലാപ്ടോപ്പും എല്ലാം അവിടുന്ന് കളക്ട് ചെയ്ത് പോലീസുകാർ തെളിവെടുപ്പിന് നോക്കി എല്ലാം എടുത്ത് തിരിച്ച് അവനെയും കൊണ്ട് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. അതിന് മുമ്പ് കമലയെടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ മോൻ ചെയ്ത് വെച്ചേക്കുന്നത് പോക്സോ കേസാണ്. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടുമില്ല. ഇവൻ ഇനി കുറേ നാൾ അഴിയെണ്ണും. ഇവൻ ഒരുത്തനാണ് ഇതിൻ്റെ സൂത്രധാരൻ, കള്ളക്കാമുകൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി കമലിൽ നിന്ന് നിർത്തിയങ്ങ് നാണം കെട്ടുന്നുണ്ട് SI. അങ്ങനെ തെളിവെടുപ്പ് കഴിഞ്ഞിട്ട് ഹരിയെയും വിളിച്ചുകൊണ്ട് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അതിനുശേഷം ഗോവർദ്ധനെ അലീനെ വിളിക്കുന്നുണ്ട്. അങ്കിളെ എന്തുമായി?
വക്കീലിനെ പോയി കണ്ടോ, രോഹിത്തിന് ജാമ്യം കിട്ടുന്നത് എന്തെങ്കിലും ശരിയാവുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ വക്കീലിനെ പോയി കണ്ട അലീനെ. ജാമ്യം കിട്ടാൻ പ്രയാസമാണെന്ന് തന്നെ പറയുന്നത്. എന്നാലും കേസ് ഒന്നും കൂടി പഠിച്ചതിന് ശേഷം ജാമ്യത്തിന് ശ്രമിക്കാമെന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ട്. അലീന ടെൻഷൻ ആവണ്ട, ബാലേട്ടനോട് ഞാൻ പറഞ്ഞേക്കാമെന്നൊക്കെ പറയും. അപ്പോഴേ എങ്ങനെയെങ്കിലും അവനെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിലെന്ന് പറയും. വക്കീലിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, വക്കീൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ അലീനയോട് സംസാരിക്കുന്നു. അതിനുശേഷം കൃഷ്ണ വന്നിട്ട് ചോദിക്കും, എന്തായാലും അലീന ചേച്ചി രോഹിട്ട് ജാമ്യം കിട്ടുമോ? അത് മോളെ സാധാരണ ഒരു കേസല്ലല്ലോ, ഒരു പീഡന കേസെന്ന് പറഞ്ഞല്ലേ രോഹിത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പോലീസിനല്ലേ അറിയത്തുള്ളൂ. എന്തായാലും വക്കീലിനെ കാണാം, വക്കീലിനെ കണ്ടിട്ട് ജാമ്യത്തിന് ശ്രമിക്കാം, നമുക്ക് രോഹിത്തിന് ജാമ്യം കിട്ടാൻ തന്നെ പ്രാർത്ഥിക്കാമെന്നൊക്കെ കൃഷ്ണമോളോട് പറയുന്നുണ്ട്. പിന്നെ അലീന അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി അലീനയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം രോഹിത്തിനെ നല്ലോണം ചോദ്യം ചെയ്തതിന് ശേഷം അവൻ്റെ പാസ്റ്റൊക്കെ ചോദിക്കും. അപ്പോൾ അലീനയ്ക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യവും രോഹിത്തിന് പറയേണ്ടി വരും. മുമ്പ് എന്തെങ്കിലും ക്രൈം നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്തിന് ആ സത്യം പറയേണ്ടി വരും. അങ്ങനെ പോലീസുകാർ അലീനയുടെ അടുത്ത് വന്ന് അലീനയെ കസ്റ്റഡിയിലെടുക്കും സത്യങ്ങൾ അറിയാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.